ചെയ്യേണ്ടി വന്നത്. ഇതുപോലെ തിരികെ മടങ്ങി അവരവരുടെ വീട്ടിൽ ഭവനങ്ങളിൽ വന്ന് ആരും ചേർത്ത് പിടിക്കാനില്ല. എല്ലാവരും സ്വന്തം കാര്യം സ്വന്തപ്പെടുത്തി ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് കോടിക്കണക്കിന് അവർക്ക് കാശ് ഉണ്ടാക്കിയാൽ മതി, വേറെ ആർക്കും ധർമ്മം ചെയ്യാൻ. ഒരു പക്ഷേ ധർമ്മം ചെയ്താൽ 100 രൂപ ആർക്കെങ്കിലും ധർമ്മം ചെയ്താലോ. ഈ കാശ് വാരിക്കൂട്ടി വെച്ചിരുന്നാണ് അത് ചെലവാക്കാനുള്ള ഒരു വഴി ദൈവം വെക്കുന്നത്. മനസ്സിലായോ? അതുപോലെ അധ്വാനിക്കുന്നവരുടെയും ഭാരം ചുമക്കുന്നവരുടെയും ദൈവം കൂടെ ഉണ്ടാവും. അധ്വാനിച്ചുണ്ടാക്കാതെ ഇടവഴി കൂടി ഇടനാഴി കൂടി രാത്രിയും അർദ്ധരാത്രിയും ആളുറങ്ങുന്ന സമയവും എല്ലാം പിടിച്ചുപറിച്ചും മോഷ്ടിച്ചും ജീവിച്ചവരുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് കണ്ണിൽ കാണാൻ സാധിക്കും. എൻ്റെ ഈ ലൈവിൽ വന്ന കൂട്ടുകാരെ, നിങ്ങൾക്ക് മലയാളം മനസ്സിലാവോ? നിങ്ങൾ ഹിന്ദിക്കാരാണ്, പേര് കണ്ടിട്ട് ഹിന്ദിയാണെന്ന് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ സംസാരിക്കേ. നിങ്ങൾ സംസാരിക്കാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. കഴിഞ്ഞു, എൻ്റെ പരിപാടി കഴിഞ്ഞു. മതിയാക്കി. ഇത്ര എനിക്ക് അപ്പോഴപ്പോഴായിട്ട് ഈ കഷായം മരുന്ന് കുടിക്കുന്ന വിശപ്പ് വരുമ്പം കുറേശ്ശെ ഞാൻ കഴിക്കുള്ളൂ. ലൈവിലേക്ക് സ്വാഗതം കൂട്ടുകാരെ, വന്നോളൂ. പുറത്തിരിക്കാം. ആരും ഇല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് പോ. വന്നവരൊക്കെ തിരികെ പോയി, അപ്പോൾ ഓഫ് ചെയ്തിട്ട് പോവാം. അവസാനിപ്പിക്കട്ടെ, ലൈവ് അവസാനിപ്പിക്കട്ടെ. കൂട്ടുകാരെ ലൈവ് അവസാനിപ്പിക്കട്ടെ കൂട്ടുകാരെ. മിനിറ്റ് വീഡിയോ നീഡഡ് ടു സ്റ്റാർട്ട്. കൂട്ടുകാരെ, ഞാൻ പോയിട്ടില്ല കേട്ടോ. ഞാൻ പോയിട്ടില്ല. ഇനി 5 മിനിറ്റിനകത്ത് ഞാൻ പോകും.